ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിപ്പും താളും കൊണ്ടൊരു കറി ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ആലോചനയിലായിരുന്നേ. അപ്പോൾ താള് മുകളിലാണുള്ളത്. താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടുമൊന്നുമില്ല, അത് എലിയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മേലെ കയറി. മേലെ നമ്മൾ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ മഴ ആയതുകൊണ്ട് കുറേ നശിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ താളെ. അപ്പോൾ അത് മുറിക്കുകയാണ്. ആവത്ത കാലത്ത് കാവത്ത് നട്ടാൽ ആവാത്ത കാലത്ത് കാവത്ത് തിന്നാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതേമാതിരിയാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സമയത്ത് പോയി പറിച്ച് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഓർക്കിഡ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വളം കുറവായതാന്ന് തോന്നുന്നുണ്ട്, വല്ലാണ്ട് അങ്ങോട്ട് പൂത്തിട്ടില്ല. പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് നല്ല ഫ്രഷ് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം. അപ്പോൾ തെറ്റില്ലാത്ത രീതിയിലുള്ള പച്ചമുളകൊക്കെ ഉണ്ടാവുന്നുണ്ട് അതും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് ഇതേപോലെ നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ്. ഒരെണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റാണ്, ആ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടുമല്ലോ. ഇത് നിശാഗന്ധിയാണ് കേട്ടോ ഈ കാണുന്നത്. നിശാഗന്ധി ധാരാളം ഉണ്ടായിട്ടുണ്ട്, നിറയെ മുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് അത് വല്ലാണ്ട് അങ്ങോട്ട് വളരാതെ ചീഞ്ഞു പോയിട്ടുണ്ട്. കുറേ ഇങ്ങനെ അടുപ്പിച്ചിട്ടായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിശാഗന്ധി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ബ്രഹ്മകമലം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പൂവാണ്. അപ്പോൾ ഇത് ബ്രഹ്മാവുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ട് എന്നുള്ള ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മത്തൻ പൂവിട്ടിട്ടുണ്ട്. പക്ഷേ ആൺപൂവാണെന്ന് തോന്നുന്നുണ്ട്, പിടിച്ചിട്ടില്ല, കായൊന്നും ഉണ്ടായിട്ടില്ല. മഴ ആയതുകൊണ്ട് വല്ലാണ്ട് ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. പിന്നെ ഇത് അത്യാവശ്യം ചെടികളും അങ്ങനെയൊക്കെ ഇഞ്ചി സാധനങ്ങളൊക്കെ ഉണ്ട്. പനിക്കൂർക്കൊക്കെ ഈ വെള്ളം ആയതുകൊണ്ട് നശിച്ചു പോയിരിക്കണേ. പിന്നെ നമ്മൾ കുറച്ച് ഒരു പരീക്ഷണം കാവത്ത് നട്ടിട്ടുണ്ട്. പക്ഷെ ഇത് മേലേക്ക് പിടിച്ച് കെട്ടണം തോന്നുന്നുണ്ട്, എന്നാലേ അത് കിഴങ്ങ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ഈ താളൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് മുറിച്ച് കഴുകി വെക്കണം. അപ്പോൾ അമ്മ അതിൽ ഇങ്ങനെ താളിൻ്റെ തോലൊക്കെ ചീകിക്കൊണ്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് മുറിക്കുന്നുണ്ട്. അത് മുറിച്ച് കഴുകി വരച്ചിട്ട് വേണം നമുക്ക് ഇനി അത് ബാക്കിയുള്ള പണിയൊക്കെ നോക്കാൻ. നമുക്കുള്ള സൗകര്യത്തിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, അതാണ് എൻ്റെ പോളിസി. അപ്പോൾ അതിൽ നമ്മൾ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും. ചിലർ പറഞ്ഞിട്ടുണ്ട്, ആ തൊഴുത്തിൽ വെച്ച് ഉണ്ടാക്കുന്നതല്ലേ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതൊന്നും എനിക്ക് വലിയ മൈൻഡൊന്നുമില്ല. നമുക്കുള്ള സൗകര്യത്തിലല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ പറഞ്ഞ് കളിയാക്കുന്നവരവിടെ കളിയാക്കട്ടെ, നമുക്ക് ശ്രദ്ധിക്കാൻ നേരമൊന്നുമില്ല, മൈൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളിവിടെ കറിക്കുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. പരിപ്പും തക്കാളിയും കറിവേപ്പിലയും അത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് രണ്ട് വിസിലൊക്കെ അടിച്ചിട്ട് വെന്തോട്ടെ. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നത് പുളിയാണേ. ഒരു ശകലം ഒരു 2-3 കുരു പുളി വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൊറിച്ചിലൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലതാണ്, പിന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇത് വേവിച്ചതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ താളിട്ട് നല്ല വെന്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പൊക്കെ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒഴിച്ചത് പുളിവെള്ളമാണ് കേട്ടോ. അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ചാൽ കറി റെഡി ആയിട്ടുണ്ടേ. പിന്നെ കടുക് വറുത്ത്, അതായത് കറിവേപ്പിലയും ഉണക്കമുളകും കടുകൊക്കെ കൂടെ താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അത്രേ പണിയുള്ളൂ. കറി വളരെ സിമ്പിളാണെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുമ്പോഴും വായിൽ വെള്ളം വരുന്നുണ്ട്, കാരണം കറി തികഞ്ഞില്ല, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ നാടൻ സാധനങ്ങളാവുമ്പോൾ കുറച്ച് നമുക്ക് അത് ഇഷ്ടപ്പെടുന്നവർക്ക് രസമായിരിക്കും, നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ഒരു ചമ്മന്തിപ്പൊടിയും അച്ചാറും ഉണ്ടെങ്കിൽ തന്നെ ഇത് കൂട്ടിയിട്ട് ധാരാളം ചോറ് കഴിക്കാൻ പറ്റുമേ. അപ്പോൾ അതാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറയേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഒന്ന് കൂടെ നിൽക്കണേ.